കാരണം ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഒരു നാടൻ പാട്ട് പാടുകയോ ഒരു നാടൻ കല കാണുകയോ ഒരു നാട്ടറിവ് ശേഖരിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും പഴമയിലേക്കുള്ള തിരിച്ചുപോക്കല്ല. ആ തിരിച്ചറിവാണ് നമ്മൾക്ക് എല്ലാ കൂട്ടാളികളും വേണ്ടത്. കാരണം ഇന്നത്തെ ഫോക്ലോറല്ല ഇന്നലത്തേത്, ഇനി നാളത്തേതും. അത് മാറ്റങ്ങൾ സംഭവിക്കും. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാലോ, ഇപ്പോൾ പാട്ട് പാടുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാന്ന് വരെ എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏങ്കണ്ടിയൂർ ചന്ദ്രസേന എഴുതിയ പാട്ടാണെന്ന് പറയും. പക്ഷേ ഇന്ന് പുതിയ തലമുറ ആ ഫോക്ലോറിസ്റ്റുകളെല്ലാം പറയുന്നത് തന്നെ അത് എഴുതപ്പെട്ട വരിക. നമ്മളിപ്പോൾ നാടൻപാട്ട് മത്സരത്തിൽ പറയുമ്പോൾ എഴുതപ്പെട്ട വരികളാണ്, എഴുതിയ ആളുമുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത് വാമൊഴി ഗണത്തിൽപ്പെടുന്ന പാട്ടുകളല്ല, വരമൊഴി ഗണത്തിൽപ്പെടുന്ന പാട്ടുകളെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ പിന്നീട് പറയുന്നൊരു കാര്യം, ഈ പാട്ടുകളെല്ലാം തന്നെ, ഇത്തരത്തിലുള്ള പാട്ടുകളെല്ലാം തന്നെ ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഫോക്ലോറായി മാറുന്നു. അങ്ങനല്ലേ രജനി? ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മറ്റൊരു ഉദാഹരണം കൂടെ, സൗവർണിയ എന്ന് പറയുന്ന തെയ്യമുണ്ട്. തെയ്യം ഒറിജിനൽ തെയ്യമല്ല, ഗുരുവായൂരാണ് സൗവർണിയ തെയ്യത്തിൻ്റെ ഇടം. അവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് കെട്ടിയാടുന്നത്. കാരണം തെയ്യം എന്ന് പറയുന്ന കോഴിക്കോട് അല്ലെങ്കിൽ ഉത്തരമലബാറിലെ അനുഷ്ഠാനകലെ തെയ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവമാണ്. പല തെയ്യങ്ങളും പല വീരപുരുഷന്മാരാണ് പിന്നീട് ദൈവമായി മാറിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഓരോ പുരാവർത്തനങ്ങളെല്ലാം തന്നെ അറിയാം. പറശ്ശിനിക്കടവ് മുത്തപ്പനായാലും മുസ്ലിം ഭഗവതി ആയാലും കൃത്യമായിട്ടും അതിൻ്റെ കഥകളും ഉപകഥകളുമുണ്ട്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഇന്നത്തെ ഈ നാട്ടു സംസ്കൃതിയിൽ കൃത്യമായിട്ടും ഒരു ജനം ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കല ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫോക്ലോറായി മാറുന്നു എന്നാണ് പറയുന്നത്. പുതിയ ഫോക്ലോറിസ്റ്റുകളാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഇന്നത്തെ പാട്ടുകളല്ല ഇന്നലത്തേത്, ഇനി നാളത്തേതും. അപ്പോൾ ദൈനംദിനം ഫോക്ലോറിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു, മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാണുന്ന പാട്ടുകളെല്ലാം മറ്റു ദേശത്തിൻ്റെ താളത്തിനും ഈണത്തിനും ഒരിക്കൽ പോലും വ്യത്യാസമുണ്ടായിരിക്കും. അതുപോലെ ഒട്ടനവധി പറയാലോ ചൊല്ലുകളുണ്ട്. ഉദാഹരണത്തിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന നാട്ടറിവിലെ താളും തകരി മുമ്മാസം, ചക്കയും മാങ്ങി മുമ്മാസം, ചേനും ചേം മുമ്മാസം, അങ്ങനെ മുമ്മാസം എന്ന് പറയുമ്പോൾ തന്നെ ഇത് പറയുന്ന അല്ലെങ്കിൽ ഇത് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ മുത്തശ്ശിമാരെ മറന്നുപോയിക്കൊണ്ടൊരു കാലഘട്ടമാണ്, അപ്പൂപ്പന്മാരെ മറന്നുപോയിക്കൊണ്ടൊരു കാലഘട്ടമാണ്. അപ്പോൾ ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററിയോ വേൾഡ് ഹിസ്റ്ററിയോ കേരള ഹിസ്റ്ററി അല്ല, മറിച്ച് നമ്മുടെ ഹിസ്റ്ററിയാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. കാരണം നമുക്കറിയാലോ, ഒരു കടങ്കഥ എന്ന് ഒരു കടങ്കഥ ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് ചോദിച്ചാൽ അത് എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകും. നമുക്കറിയാലോ, ഇന്ന് പഴയ എത്രയോ നാടോടി കളികൾ ഈ കളികളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടിക്കോലും കളി, കിളിമാസ്, അതുപോലെ തന്നെ കല്ലുകളി, അത്തളവിത്തള തുടങ്ങിയ എല്ലാ കളികളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം കളികളെ കൂട്ടിപ്പിടിക്കാനും തിരിച്ചു പിടിക്കാനും ഇത് നമ്മുടെ നാടോടിത്ത സ്വഭാവമുള്ള നാട്ടു സംസ്കൃതിയുടെ ചില ഇടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള കളികളുടെ അല്ലെങ്കിൽ ബാല്യത്തിൻ്റെ ചില എന്താ പറയുക കൊച്ചു സങ്കല്പങ്ങളും ഇഷ്ടങ്ങളും കരുതലുകളുമാണ്. അത് യാതൊരു തർക്കമില്ല. അപ്പോൾ ആ കളികൾ ഇന്ന് തിരിച്ചു പിടിക്കാനുള്ള ഈ ശ്രമങ്ങളാണ് ഇന്ന് തിമിർപ്പ് പോലുള്ള ഈ കൂട്ടായ്മ. അപ്പോൾ ഫോക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് കൂട്ടായ്മ എന്ന് തന്നെയാണ്, യാതൊരു തർക്കമില്ല. അതിനെ ഒരു നാടൻപാട്ടെന്നോ അല്ലെങ്കിൽ ഒരു നാടോടി കളികളെന്നോ ഒരു നാടോടി പാചകമെന്നോ എങ്ങനെ വേണമെങ്കിലും വിവക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ആവട്ടെ നമ്മുടെ എൻ്റെ കൂട്ടാളികളായ ഈ സുഹൃത്തുക്കളെല്ലാം ഓരോ ജില്ലയെ പ്രതിനിധിച്ചിട്ട് കൃത്യമായിട്ടും അതിൻ്റെ വർത്തമാനങ്ങളും പാട്ടുകളും എല്ലാ രീതിയിലും വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനൊരു കടങ്കഥ ചോദിക്കുന്നു. കം വന്ന രാജ്യത്ത് കമ്പെന്ന വിത്ത് വിതച്ചു, കം വന്ന് തിന്നു, കം കൊണ്ടെറിഞ്ഞു, കം ചത്തുപോയി. ഉത്തരം ഒന്ന് പറയാമോ? കം വന്ന രാജ്യത്ത് കം വന്ന വിത്ത് വിതച്ചു, കം വന്ന് തിന്നു, കം കൊണ്ടെറിഞ്ഞു, കം ചത്തുപോയി. ഇതൊരു കടങ്കഥയാണ്. കടം വയ്ക്കുന്ന കഥകളാണ് കടങ്കഥ. അപ്പോൾ അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകളും ഈ പറഞ്ഞ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തോ ഉണ്ടല്ലേ, പതിരില്ല എന്ന് പറയുമ്പോൾ എന്തോ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മൾ അറിയണമെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് പോകണം അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ അടുത്ത് പോകണം. ഞാൻ പറയുന്നു, ഇന്ന് ലോകത്തിലെ നാട്ടറിവുകളുടെ നാട്ടുമുത്തശ്ശിമാർ അല്ലെങ്കിൽ ലോകോത്തര സർവകലാശാലകളാണ് ഇന്ന് കാണുന്ന കേരളത്തിലെ ഓരോ വീട്ടിലെയും ഓരോ ഗ്രാമത്തിലെയും മുത്തച്ഛനും. യാതൊരു തർക്കമില്ല. ഈ അറിവുകളെല്ലാം നമ്മൾ ശേഖരിക്കുന്നത് അവിടെ നിന്നാണ്. ഈ അറിവുകളെല്ലാം ശേഖരിക്കുന്നത്
അവർ. അപ്പോൾ നമ്മൾ മുത്തശ്ശിയും മറന്നുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഇത് തിരിച്ചു പിടിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു കടങ്കഥ ചോദിക്കുമ്പോൾ നമുക്കറിയുന്നില്ല, അല്ലെങ്കിൽ ഒരു താരാട്ടുപാട്ട് പാടാൻ ആ പാട്ട് ഏത് സമയത്താണ് എങ്ങനെയാണ് പാടിയുന്നത്, അല്ലെങ്കിൽ ഒരു നേർച്ചക്കൊട്ട് അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഒരു മൂളക്കം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇഴാറ മൂളുക എന്ന് പറയും. ഇഴാറ എന്ന് പറഞ്ഞ ഒരു വാദ്യമുണ്ട്, ഇഴാറ. അതായത് നമ്മുടെ മണ്ണാൻ സമുദായത്തിൻ്റെ ഇഴാറ മൂളക്കം എന്ന് പറയും. ഇഴാറ മൂള എന്ന് പറയുമ്പോൾ മൂളുക, പോത്തിൻ്റെ മൂളക്കം പോലെയാണ്. ഇഴാറ എന്ന് പറയുന്ന നാടോടി വാദ്യമുണ്ട്. അത്തരത്തിൽ കുറേ വാദ്യങ്ങളുണ്ട്. അപ്പോൾ ഇഴാറ മൂള എന്ന് പറയുമ്പോൾ ആ മൂളക്കം കൃത്യമായിട്ടും ഒരു പോത്തിൻ്റെ മൂളക്കമായി അതിൻ്റെ ഈണവുമായി ബന്ധമുണ്ട്. അങ്ങനെ പോത്തിൻ്റെ മൂളക്കം ഇഴാറ മൂളുന്നു എന്ന് പറയുമ്പോൾ അത് ചാത്തൻ പാട്ടിന് ഉപയോഗിക്കുന്ന വലിയൊരു ഏറ്റവും പഴക്കം കൂടിയ നാട്ടുവാദ്യമാണ്. അങ്ങനെ ഓരോ വാദ്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് താളവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് താളക്കണക്കുകളുണ്ട്. എന്നാൽ ഇതെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതൊരു തത്വസംഹിതയിലുള്ള ഒരു ഏകീകൃത സ്വഭാവമല്ല, മറിച്ച് അതിന് കൃത്യമായിട്ടും കണ്ട് കേട്ട്, അത് നമ്മുടെ ഗുരുക്കന്മാരെന്ന് കണ്ട് കേട്ട് ചെയ്തു എന്ന പ്രവൃത്തിയാണ്. കണ്ട് കേട്ട് ചെയ്തു പഠിക്കുക, ദാറ്റ് ഈസ് ഫോക്കലോർ. കണ്ടു പഠിക്കുക, കേട്ട് പഠിക്കുക, ചെയ്തു പഠിക്കുക, അതാണ് നാടോടി വിജ്ഞാനം അല്ലെങ്കിൽ നാട്ടറിവ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉത്തരത്തിലുള്ളൂ. ഖം എന്ന രാജ്യത്ത്, അതായത് മതിലകം എന്ന രാജ്യത്തിൽ അല്ലെങ്കിൽ കർണാടകം എന്ന രാജ്യത്ത് ജീരകം എന്ന വിത്ത് വിതച്ചു. കം വന്ന് തിന്നു, ഒട്ടകം വന്ന് തിന്നു, കം കൊണ്ടെറിഞ്ഞു, ചട്ടകം കൊണ്ടെറിഞ്ഞു, കം ചത്തുപോയി, ഒട്ടകം ചത്തുപോയി. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നാട്ടറിവുകൾ നാടുണർത്തട്ടെ. നമ്മളുടെ മുത്തച്ഛനും മുത്തശ്ശിയുമാണ് ലോകോത്തര സർവകലാശാല എന്ന് തന്നെ വിശ്വസിക്കട്ടെ. കാരണം ഒരു അറിവും പലരുടെയും അറിവാണ്, നമുക്കറിയാലോ, പലരുടെയും അറിവാണ്. ആ അറിവുകളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് നാട്ടറിവുകളുടെ വലിയൊരു ഡിക്ഷണറി ഉണ്ടാകുന്നത്. നമുക്കറിയാലോ, മുത്തശ്ശന്മാരെ നമ്മൾ കൃത്യമായിട്ടും ഓരോ ഘടകങ്ങളിലും അവരുടേതായ എപ്പോഴെങ്കിലും ഒരു കഥ കേൾക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പോകാറുണ്ടോ, അല്ലെങ്കിൽ ഒരു പാട്ട് ശേഖരിക്കാൻ, ഒരു കഥ കേൾക്കാൻ, ഒരു നാട്ടറിവിൻ്റെ ശകലം കേൾക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ലോകോത്തര സർവകലാശാല നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയും. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മളുടെ ചരിത്രം തന്നെയാണ്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മുടെ ചരിത്രമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാട്ടറിവുകൾ നാടുണർത്തട്ടെ. എല്ലാവരും നല്ല രീതിയിൽ ചോദ്യം ഉത്തരങ്ങളായിട്ട് ഈ സെഷൻ കൈകാര്യം ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.